ശ്രീമന്നാരായണീയം ദശകം 6 വിരാട് സ്വരൂപ വർണ്ണനം. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 4. ഓം നമോ ഭഗവതേ വാസുദേവായ. ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ദ ഛന്ദാംസി കേശവഘനാസ്തവ കേശപാശ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രി ദിവസൗ സവിതാജ നേത്രേ. ഹേ വിശ്വകന്ദ, ഈശ്വര വിശ്വകന്ദ, പ്രപഞ്ചത്തിന് കാരണഭൂതനും നിയന്ത്രിക്കുന്നവനുമായ ഭഗവാനെ, ഈ പ്രപഞ്ചമുണ്ടാകാൻ കാരണമായിട്ടുള്ളവനും ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവനുമായിട്ടുള്ള ഭഗവാനെ. ത്വത് അവിടുത്തെ ബ്രഹ്മരന്ധ്രപദം സുഷുമ്നാഗ്രഭാഗം ഛന്ദാംസി വേദങ്ങളാകുന്നു. ഹേ കേശവ, തവ കേശപാശ നിന്തിരുവടിയുടെ വിശേഷപ്പെട്ട ആ തലമുടി ഘന മേഘങ്ങളാകുന്നു. ഉല്ലാസി ചില്ലിയുഗളം മനോഹരങ്ങളായ പുരികക്കൊടികൾ, ചില്ലിയുഗളം പുരികക്കൊടികൾ. ദ്രുഹിണസ്യ ഗേഹം ബ്രഹ്മാവിൻ്റെ ആസ്ഥാനവും ബ്രഹ്മാവിൻ്റെ ഇരിപ്പിടവും. പക്ഷ്മാണി കൺപോളകൾ. രാത്രി ദിവസവും രാവും പകലും രാപ്പകലുകളും. നേത്രേ കണ്ണുകൾ. സവിതാജ സൂര്യനുമാകുന്നു. ഇവിടെ ഈ 14 ലോകങ്ങളും ഭഗവാന്റെ ഓരോ അവയവങ്ങളായിട്ട് നമ്മൾ കണ്ടു. ഇനി അതിന് ശേഷം ഭഗവാന്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും എന്തൊക്കെയാണ്, ഈ പ്രപഞ്ചത്തിലെ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. ഭഗവാന്റെ ആ സുഷുമ്നാഗ്രഭാഗം എന്ന് പറയുന്നത്, ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത്, ബ്രഹ്മരന്ധ്രപദം എന്ന് പറയുന്നത് വേദങ്ങളാണ്. അതുപോലെ ഭഗവാന്റെ ആ മനോഹരമായ തലമുടി അത് മേഘങ്ങളാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ ആ പുരികക്കൊടികൾ ബ്രഹ്മലോകമായിട്ട് പറയുന്നു. കൺപോളകളോ രാപ്പകലുകൾ, രാത്രിയും പകലുകളും. കണ്ണുകൾ സൂര്യനുമാകുന്നു എന്നിവിടെ പറയുന്നു. കേശവ എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഈ വാക്കിന് വെള്ളത്തിൽ ശയിക്കുന്നവൻ എന്നുള്ള അർത്ഥമുണ്ട്. കേശിയെ നിഗ്രഹിച്ചവൻ എന്നൊരർത്ഥമുണ്ട്. പിന്നെ ഇവിടെ ബ്രഹ്മ വിഷ്ണു രുദ്രന്മാര്, അതായത് ക എന്നുദ്ദേശിക്കുന്ന ബ്രഹ്മാവ്, ആ വിഷ്ണു, ഈ ഈശ അതായത് രുദ്രൻ. ബ്രഹ്മ വിഷ്ണു രുദ്രന്മാര് മഹേശ്വരന്മാര്, അവരുടെ വംശത്തിലുള്ളവൻ എന്നുള്ള ഒരു അർത്ഥവും. പിന്നെ നല്ല കേശങ്ങൾ അണിഞ്ഞവൻ, നല്ല മുടിയുള്ളയാള് എന്നൊക്കെയുള്ള അർത്ഥം, പല അർത്ഥമുണ്ട് കേശവൻ എന്ന ആ വാക്കിന്. അപ്പോൾ ഭഗവാന്റെ സുഷുമ്നാനാഡിയെക്കുറിച്ചും അതുപോലെ തന്നെ മുടിയെക്കുറിച്ചും പുരികക്കൊടികളെക്കുറിച്ചും കൺപോളകളെക്കുറിച്ചും കണ്ണുകളെക്കുറിച്ചും ഈ ഒരു ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നു. അവയൊക്കെ ഈ പ്രപഞ്ചത്തിലെ എന്തൊക്കെയാണ് എന്ന് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുകയാണ്. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.